ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനീർ മട്ടർ മസാല കറിയാണ് കേട്ടോ. നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഒത്തിരി കാശ് മുടക്കി നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന കറിയില്ലേ, പനീർ മട്ടർ മസാല. അപ്പോൾ ആ ഒരു കറി നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു പനീർ മട്ടർ മസാല കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു. ഇതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പനീർ ബട്ടർ മസാല കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഹോം മെയ്ഡ് പനീറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് ഇല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും വാങ്ങിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഹോം മെയ്ഡ് പനീർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് വരുന്നിടം വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി അതേ സെയിം കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ ചൂടായതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് സവോള ഈ ഒരു കനത്തിൽ നമുക്ക് അരിഞ്ഞതിന് ശേഷം ഓയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 5-8 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 to 3 മീഡിയം സൈസ് തക്കാളിക്കായും കൂടെ നമുക്ക് ഒരു ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 2 പച്ചമുളക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ ചേർത്തതിന് ശേഷം ഒരു ചെറിയ പീസ് പട്ടായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 വത്തലമുളക് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം താല്പര്യം ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം കാശ്മീരി ഉണക്കമുളക് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഒരു 2-3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പു ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവോളയും തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സവോളയും തക്കാളിക്കും എല്ലാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും കേട്ടോ. നന്നായിട്ട് ഏകദേശം ഈ ഒരു പരുവം ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സവോളയും തക്കാളിക്കും എല്ലാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 to 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്തൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീവ്സ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഓയിലെല്ലാം റിലീസ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഓയിലെല്ലാം റിലീസ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഗ്രീൻ പീസാണ് അതെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഗ്രീൻ പീസിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്തിടും കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കിച്ചൺ കിങ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗ്രേവിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് 2 to 3 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ പാട എടുക്കാം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ക്രീം ഇല്ലെങ്കിൽ പാട എടുത്താലും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാട എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5-6 കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് ബോയിൽ വന്ന് നല്ലതായിട്ട് നമ്മുടെ ഗ്രീൻ പീസും ആ ഒരു നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും നമ്മുടെ ആ പാടയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നമ്മുടെ കസ്തൂരി മേത്തി ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നത്. അപ്പം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയും സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കുന്ന നമ്മുടെ പനീർ മട്ടർ മസാല കറി ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. പുറമെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന കറികൾക്കും ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വളരെ രുചികരമായ കഴിക്കാൻ പറ്റിയ ഈ ഒരു പനീർ മട്ടർ മസാല കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.